ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, വിശുദ്ധ റമളാനിലാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കിടയിലുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതിലൊന്ന്, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഖുർആൻ തൊട്ടുപോയാൽ തന്നെ അവരുടെ കണ്ണുപൊട്ടുമെന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല. പ്രബോധനവുമായി ഇറങ്ങിത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് നേർക്ക് നേരെ ആളുകളിൽ നിന്ന് കേൾക്കുന്നതാണ്. ചില അമുസ്ലിം സഹോദരങ്ങൾ നമ്മളോട് നേരിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് തൊടാൻ പറ്റുമോ? നിങ്ങളെ ഖുർആൻ ഞങ്ങൾ തൊട്ടാൽ കണ്ണുപൊട്ടിപ്പോകുന്നല്ലേ നിങ്ങൾ ആളുകൾ തന്നെ പറയുന്നത് എന്നാണ്. അപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഈ അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതവർ മറ്റുള്ളവരോട് പറയുന്നുമുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ വിളിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് എന്നല്ലേ? യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്നല്ലേ? ജനങ്ങളെ എന്ന് വിളിക്കുന്ന വിളി ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തേണ്ടുന്ന ഗ്രന്ഥമല്ലേ ഇത്? ഖുർആൻ തന്നെ പറഞ്ഞത് ഹുദൽ ലിന്നാസ് എന്നാണ്. അന്നാസ് എന്ന് പറഞ്ഞാൽ ആദമിന്റെ മക്കളായി ഭൂമിയിൽ ഏതൊക്കെ മനുഷ്യരുണ്ടോ എല്ലാ മനുഷ്യർക്കുമുള്ള വഴികാട്ടിയാണ് ഖുർആൻ എന്നാണ്. അപ്പൊ ഖുർആൻ മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശക ഗ്രന്ഥമാണ്. എല്ലാ മനുഷ്യരും പാരായണം ചെയ്യേണ്ടുന്ന ഗ്രന്ഥമാണ്. ഇത് ആരുടെയും കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? നിന്നെ സൃഷ്ടിച്ചതാരാണ്? ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനാരാണ്? നീ ആരെയാണ് ആരാധിക്കേണ്ടത്? അങ്ങനെ മനുഷ്യന്റെ ബുദ്ധിയിലും അവന്റെ ചിന്തയിലും ഉദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഖുർആൻ നൽകുന്നത്. മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് ഖുർആൻ. യഥാർത്ഥത്തിൽ ധാർമ്മികതയിലേക്ക്, സദാചാരത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ മനുഷ്യർക്കുള്ള വേദഗ്രന്ഥമാണ്. ഖുർആൻ തന്നെ പറയുന്നത് ളുലുമാത്തുകളിൽ നിന്ന് ഇലന്നൂർ, വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കാനുള്ളതാണ് എന്നാണ്. അപ്പൊ ഖുർആൻ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാവരും വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഖുർആൻ കൃത്യമായി അർത്ഥമറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കാത്തവർ ഒരുപാടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമുക്കുള്ളതല്ലേ? അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചതല്ലേ ഗ്രന്ഥം? ആ ഗ്രന്ഥം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ 4 പ്രാവശ്യം ഒരു അധ്യായത്തിൽ ചോദിച്ച ചോദ്യമാണ്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇത് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാനുണ്ടോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കാനുള്ള ഗ്രന്ഥമാണ്, വായിക്കാനുള്ള ഗ്രന്ഥമാണ്, ചിന്തിക്കാനുള്ള ഗ്രന്ഥമാണ്, മനസ്സിലാക്കാനുള്ള ഗ്രന്ഥമാണ്. വെറുതെ പാരായണം ചെയ്തു പോകാനുള്ളതല്ല. അതുകൊണ്ട് ഈ റമളാനിൽ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ഖുർആൻ വെറുതെ ഓതിപ്പോവുക മാത്രമായിരിക്കരുത്. മനസ്സിലാക്കണം, ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഖുർആനിനെ പറ്റി ആലോചിക്കുന്നില്ലേ എന്നാണ്. ചിന്തിക്കാനുള്ളതാണ്. ആകാശഭൂമികളെ പറ്റി, സൂര്യനക്ഷത്ര ചന്ദ്രാദികളെ പറ്റി, ഈ മഹാപ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ പറ്റി ആലോചിക്കുമ്പോ ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മളെ വഴി നടത്തുന്നത് സൽപാന്താവിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, ഏകദൈവത്തിലേക്കാണ്, സദാചാരബോധത്തിലേക്കാണ്, ധാർമ്മികതയിലേക്കാണ്, നിത്യസത്യത്തിലേക്കാണ്, നിത്യശാന്തിയിലേക്കാണ്, നിത്യസമാധാനത്തിലേക്കാണ്. അതുകൊണ്ട് ഏത് ടെൻഷനുകളെയും ഇല്ലാതാക്കി കളയുന്ന വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസം, അത് പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുക. ഇത് മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്, ഒരാളുടെയും കണ്ണ് പൊട്ടിക്കാനുള്ളതല്ല എന്ന് ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.